വലിയൊരു വാളുണ്ടായിരുന്നു. വലിയൊരു വാൾ. ഇപ്പൊ വിട്ടോടാ, ഇപ്പൊ വിട്ടോടാ, ഇപ്പൊ വിട്ടോടാ, ഇപ്പൊ നിന്റെ തലയെടുക്കോടാന്ന് പറഞ്ഞുകൊണ്ട് വെച്ചോണ്ടിരുന്ന സാധനം ഉണ്ടല്ലോ, അത് രാഹുൽ ചെറുവരന്റെ ഒരൊറ്റ തട്ടം കൊണ്ട് കൊടുത്തോട്ടി അതങ്ങ് തീർച്ചയായും പോയി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടം സത്യത്തിൽ ഇപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത് മനഃപൂർവ്വമാണോ അതോ അദ്ദേഹത്തെ കുരുക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ പണിയെടുക്കുന്നതാണോ? എനിക്ക് തോന്നുന്നത്, ഞാനൊരു കഥ മുഴുവനായി പറയാം, നിങ്ങളത് മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾ പറയും. എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മനഃപൂർവ്വം ഇപ്പോ ആ പെണ്ണിനെ കൊണ്ട് ഇരയെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് ഇവരെയൊക്കെ കുടുക്കിയതാണ് എന്നാണ്. അതിനൊരു കാരണമുണ്ട്. ഇതിന്റെ തുടക്കം മുതൽ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇത് 3 മാസം മുമ്പാണ് ഈ കഥ പുറത്തു വരുന്നത്. 3 മാസം മുമ്പ് ഇത്തരത്തിലൊരു കഥ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 2-3 ആഴ്ച മുമ്പ് ആലുവയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ഫോളോവർ, എൻ്റെ സുഹൃത്ത് കൂടിയാണ്, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാബു സാറേ, ഒരു വിഷയമുണ്ട്. യൂത്ത് കോൺഗ്രസിലെ ഒരു യുവ നേതാവ് ഒരു ചാനലിലെ ഒരു അവതാരികയുമായി ഒരു കേഷനുണ്ട്, അതൊരു വലിയ വിവാദമാണ്, ഗർഭചിത്രം നടത്തിയ കേസൊക്കെയാണ് എന്ന്. ഞാൻ അദ്ദേഹമായിട്ട് കലഹിച്ചെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ അറ്റവും മൂല്യം ഇല്ലാത്ത കാര്യങ്ങൾ എന്നോട് മേലെ പറയരുത് എന്ന് ഞാൻ പറഞ്ഞു. അതാണ് എൻ്റെ ഒരു ശീലം. പറയുന്നെങ്കിൽ ക്ലിയർ ആക്കി പറയണം, അല്ലാന്നുണ്ടെങ്കിൽ പറയണ്ട. അത് നമ്മൾ പുറത്ത് പറയണോ വേണ്ട എന്നുള്ളത് പിന്നീടുള്ള വിഷയമാണ്. പറയണമെങ്കിൽ പറയണ്ട, പറയണമെങ്കിൽ പറയണം. പക്ഷെ കഥ കേൾക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കണം. അപ്പൊ അന്ന് പഴയകാല മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആണ് ഇങ്ങനൊരു വിഷയം വരുന്നത്, ഇന്ന പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയുടെ പേരും എന്നോട് പറഞ്ഞു, ഇന്ന ആളാണ്, ഇന്ന ചാനലിലെ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ആ കാര്യം ഞാൻ അറിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊന്ന് 2 ആൾക്കാർ എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു റൂമർ ഉണ്ട്, ഏഷ്യാനെറ്റിലെ ഒരു ലേഡിയുമായിട്ടാണ് എന്ന്. അപ്പോൾ ചാനലുകൾ മാറി മാറി വരുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടം മാറി വരുന്നില്ല. രാഹുൽ മാങ്കൂട്ടം സെയിം തന്നെയാണ്, പക്ഷെ ഇരയുടെ ചാനലുകൾ പേര് മാറി മാറി വരുന്നുണ്ട്. 2-3 ചാനലുകളുടെ പേര് ഞാൻ അറിഞ്ഞു. അപ്പോഴും ഞാനത് മിണ്ടിയില്ല. കാരണം ഇത്തരം ഒരു കേസ് നമ്മൾ പുറത്തേക്ക് ഇടുമ്പോൾ അത് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യം വരും എന്നെനിക്ക് അറിയാവുന്നത് കൊണ്ട് തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നതിൻ്റെ ഒരു ഇതാണ്. മാത്രമല്ല, അവർ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള എന്തെങ്കിലും ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ അത് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പൊ വെറുതെ നമ്മളതമ്മെ പിടിച്ച് പുകല് ആക്കുകയും വേണ്ട എന്ന് അന്ന് മനസ്സിലാക്കിയിട്ട് ഞാനത് മിണ്ടാതിരുന്നത്. അതിനുശേഷമാണ് ഈ വോയിസ് നോട്ട് പുറത്തു വരുന്നത്. ആദ്യത്തെ വോയിസ് നോട്ട് പുറത്തു വരുന്നതും നമ്മളൊക്കെ വാർത്തയാക്കുന്നതും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇട്ട് പൊങ്കാല അടിക്കുന്നത്. അവിടെ മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്ക് കളമറിഞ്ഞ് കളിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അതായത് നമ്മളൊക്കെ ഈ റൂമർ അറിഞ്ഞ അതേ സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടവും അറിഞ്ഞിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള ഒരു സംഗതി ഇറക്കി വിടാൻ പോകുന്നുണ്ട്. താനും ആ സ്ത്രീയും തമ്മിലുള്ള പെണ്ണും തമ്മിലുള്ള വിഷയം, അവരുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ട്, പല കാര്യങ്ങളുമുണ്ട്, അത് മറ്റു പല ചാനലുകളിൽ എത്തിയിട്ടുണ്ട്. അത് ഉചിതമായ സമയത്ത് ഇറക്കി വിടാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് എപ്പോഴാണോ അടിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്, അപ്പോഴേ അടിക്കാൻ അവരുടെ ഉദ്ദേശമല്ല, എപ്പോഴാണോ അത് അടിക്കാൻ ഉദ്ദേശം അവർക്കുള്ളത് ആ സമയത്ത് എടുത്ത് പ്രയോഗിക്കാൻ തക്കവണ്ണം എടുത്ത് സൂക്ഷിച്ചു വെച്ചേക്കാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? പൊട്ടനൊന്നും അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ, ആണോ? അല്ല. ശരിക്ക് 1 മാസം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളെ പൊട്ടന്മാരാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ള കാര്യം പറയാലോ. അതെന്ന് വെച്ചാല് ആദ്യത്തെ ആ വെടി പൊട്ടിയല്ലോ, ആദ്യത്തെ വെടി പൊട്ടിയപ്പോൾ സത്യത്തിൽ ഇപ്പൊ പൊട്ടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ആ സമയത്ത്, 3 മാസം മുമ്പ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയമല്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് പൊട്ടില്ല. അപ്പോ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് പൊട്ടുമെന്നായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ കൃത്യമായി ഇത് പൊട്ടുമെന്ന് ഉറപ്പുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവുകൾ ശേഖരിച്ചു വെച്ചിരുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള തെളിവുകളെല്ലാം കൂടി ശേഖരിച്ചുകൊണ്ട് വലിയൊരു ബോംബ് എന്തായാലും പൊട്ടാനുണ്ട്, ഇത് ഇവിടെ കൊണ്ട് തീരൂല, ഇത് തന്നെ കൊണ്ടേ പോകുള്ളൂ, തന്റെ പുക അടക്കേ അറിയാവുള്ളൂ എന്നറിയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മനഃപൂർവ്വം 1 മാസം വീട്ടിൽ ഒതുങ്ങിക്കൂടി ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ച് ആവശ്യമായ തെളിവുകളെല്ലാം സംഘടിപ്പിച്ചു വെച്ചു എന്ന് വേണം കരുതാൻ. കാരണം അത്തരത്തിലൊരു നീക്കം ആരും പ്രതീക്ഷിക്കില്ല. എന്നാൽ പിന്നീട് നാടകീയമായി നിയമസഭയിൽ ഹാജരായി. എന്നാൽ ഈ സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊങ്കാലയിടാൻ, അയാളെ ഒതുക്കി മൂലക്കിരുത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമം നടത്തിയത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ജനങ്ങൾ മുഴുവൻ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ
ഇവിടെ സത്യസന്ധമായി രാഷ്ട്രീയത്തെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടൻ എന്ന് പറയുന്ന ഒരു ഒറ്റ യുവാവിന്റെ പിന്നെ അണിനിരക്കുന്നതാണ് പിന്നെ കാണുന്നത്, പിന്തുണയും കാലത്തെത്തുന്നതാണ് പിന്നെ കാണുന്നത്. അപ്പൊ രാഹുലിന് ഒരു കാര്യം മനസ്സിലായി. താൻ ചെയ്തിട്ടുള്ള ഈ കുറ്റം എന്ന് പറയുന്നത് തനിക്ക് ഇത്ര ഒരു ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ജുഡീഷ്യറി നീതീകരിക്കുന്ന കാര്യങ്ങളെ താൻ ചെയ്തിട്ടുള്ളൂ. അത് രാഹുലിന് അറിയാലോ. ആരോപിക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും ആരോപിക്കാം. അതുകൊണ്ടാണ് രാഹുൽ ധൈര്യമായിട്ട് പിന്നെ കളത്തിൽ ഇറങ്ങുന്നത്, പാലക്കാട് ഇറങ്ങിയായിട്ട് കളിക്കുന്നത്. പാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നിറഞ്ഞു വരും, തലങ്ങും പലങ്ങും ചോദിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. ഞാൻ ഈ ഇന്ത്യയിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്, ആ നിയമവ്യവസ്ഥയെ ഖണ്ഡിക്കുന്ന വിധത്തിലുള്ള യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞില്ല, ആ വോയിസ് എന്റേതാണെന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. കാരണം ഇതൊക്കെ അവിടെ പറഞ്ഞാൽ, ഇതൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തനിക്കൊരു പ്രശ്നം ഉണ്ടാകും. തന്റെ തെളിവുകളും തന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഇറക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റാതെ വരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാവുന്നതുകൊണ്ട് മനഃപൂർവ്വം പൊട്ടം കളിപ്പിച്ചാണ്. പിന്നെ ഒരു വോയിസ് നോട്ട് പുറത്തു വന്നല്ലോ. പുറത്തു വന്ന നിലയ്ക്ക് ഇനി ഇത് പാത്തു വെച്ച് പഞ്ചായത്ത് ഇലക്ഷനോട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉഗ്രൻ വെടി പൊട്ടിക്കുമെന്നറിയാം. ഇതൊന്നും ഈ വന്നതൊന്നും ആയിരിക്കില്ല ഇനി ഉണ്ടാകുക. ഇനിയും ധാരാളം വോയിസുകൾ ഉണ്ടാവും. 2 പുറത്തു വന്നു, ഇഷ്ടംപോലെ വോയിസുകൾ അവരുടെ കയ്യിലുണ്ടാവും. ഒരു 1-2 പ്രാവശ്യമല്ലേ സംസാരിച്ചിട്ടുള്ളത്. ഈ ഒരു രേഖ പുറത്തു വന്ന നിലയ്ക്ക് ഇനിയും ധാരാളം ഇറങ്ങി വരും എന്ന് അറിയാവുന്നത് കൊണ്ട് മുഴുവൻ രേഖകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കളക്ട് ചെയ്ത് വെച്ചിരുന്ന മുഴുവൻ രേഖകളും സോർട്ട് ചെയ്ത് ഒരേ സ്ഥലത്ത് ക്രമീകരിച്ച് വക്കീലിനെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് രാഹുൽ മാങ്കൂട്ടത്തിന് സമയം വേണമായിരുന്നു. അതിന് മനഃപൂർവ്വം മീഡിയകളെ മറ്റോട്ട് കളിപ്പിച്ചു. പാലക്കാട് വന്നു പ്രകോപിപ്പിച്ചു. എങ്ങനെ? ഇയരെ എന്ന് പറയുന്ന ആൾക്കാരെ പ്രകോപിപ്പിച്ചു, ഈ ചാനലുകളെയൊക്കെ പ്രകോപിപ്പിച്ചു. അതായത് പൂർവാധികം ശക്തിയോടെ പാലക്കാട്ടങ്ങൾ പ്രവർത്തിച്ചിട്ട് അവിടുത്തെ അമ്മമാര്, സഹോദരിമാര്, മറ്റുള്ള കുടുംബങ്ങൾ വീട്ടിലൊക്കെ ചെന്ന് കയറി അവരൊക്കെ കെട്ടിപ്പിടിക്കുന്ന, പിന്നെ എന്താ പറയുക, ആ രീതിയിൽ അത്രത്തോളം സ്നേഹ അന്വേഷണങ്ങൾ നടത്തുന്നു. ചുരുക്കം പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തില് അവരിൽ ഒരാളായി അങ്ങോട്ട് മാറി. വീട്ടിൽ കയറ്റാൻ കൊള്ളൂല, അത് പെണ്ണുങ്ങളൊക്കെ വരുന്ന വഴി 7 ഇലത്തി ചങ്ങായി അടുപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പരത്തിയ സ്ഥലത്ത് അവരുടെ ഇടയിലേക്ക് പിടിച്ചിരുത്തി അവരിൽ ഒരാളായി കണ്ട്, ആങ്ങളെങ്കിൽ ആങ്ങള, അമ്മാനെങ്കിൽ അമ്മ, എന്തെന്ന് ചാതി അതൊക്കെ അങ്ങോട്ട് ആക്കി കണ്ടിട്ട് ആ സ്നേഹവാത്സര്യങ്ങൾ കോരിച്ചൊരിഞ്ഞപ്പോണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആൾക്കാർക്ക് കുരു അങ്ങോട്ട് പൊട്ടി. അതായത് എന്താണോ അവർ ഉദ്ദേശിച്ചത് അതിന് വിപരീതമായി സംഭവിക്കുക. അവരെ ഇറക്കി വിട്ട് പൊട്ടിച്ചപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നാണ് കരുതിയത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ മൂലയ്ക്ക് ഇരിക്കുമെന്ന് കരുതി ഇട്ടപ്പോ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവൂലല്ലോ, അപ്പോ ഇനി അസംബ്ലി ഇലക്ഷനിലേക്ക് വെച്ചോണ്ടിരുന്നാൽ പറ്റൂല, എന്നാ പിന്നെ ഇപ്പൊ തന്നെ ഇട്ട് കളയാന്ന് കരുതിയിട്ട് വീണ്ടും അടുത്ത വോയിസ് ഇട്ടു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ മനഃപൂർവ്വം ഇടിച്ചതാ. ഈ പരാതി കൊടുക്കട്ടെ, നമുക്ക് പരിഹരിക്കാൻ, ഞാൻ ഹാജരായിക്കോളാം എന്ന് പറഞ്ഞിട്ട് പ്രകോപിപ്പിച്ച് ആ ആളെ കൊണ്ട് ഉദ്ദേശിച്ച സമയത്തിന് മുന്നിൽ പരാതി കൊടുപ്പിച്ചു. ഇവിടെ എനിക്ക് വേറൊരു സംശയം കൂടെ ഉണ്ട്. കോൺഗ്രസ് നേതൃത്വം കൂടെ അറിഞ്ഞുകൊണ്ട് കളിച്ചതാണോ എന്ന്. എന്തായാലും നനഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വഴിക്കാക്കാൻ വേണ്ടി അവറ്റകളെല്ലാം കൂടെ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞു. അവരുടെ കയ്യിൽ ആവശ്യമായ തെളിവുകളുണ്ട്, എല്ലാം ഉണ്ട്, ഇതെല്ലാം കൊണ്ട് ഇറങ്ങി. ആ നിലയ്ക്ക് ഇവരെടുത്ത് നേരത്തെ കഴിയുമ്പോൾ കോൺഗ്രസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും, മറ്റു പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കും. അതറിയാവുന്നതുകൊണ്ട് VD സതീശനടക്കമുള്ള മുഴുവൻ ആൾക്കാരെ തീരുമാനിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിലെ നീ പോടാ, നീ പോയി എന്നാൽ ഒറ്റയ്ക്ക് കളിക്കും, നമ്മളിവിടെ പുറത്ത് കട്ടയ്ക്കുണ്ട്, നീ പൊയ്ക്കോന്ന്. രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. രാഷ്ട്രീയത്തിൽ മറ്റുള്ളവർ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് കയറി നിൽക്കുമ്പോൾ ചേർന്ന് നിൽക്കും. ഇപ്പോൾ സന്ദീപ് വാര്യർ BJPയിൽ ഇരുന്ന സമയത്ത് മുസ്ലിം ലീഗിനെയും മുസ്ലിങ്ങളെയും ഒക്കെ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അവിടെ നിന്ന് പിന്നെ UDF എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ എന്താ പറയണേ? ഇപ്പൊ PC ജോർജിനെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതാണിത് മറ്റാണ്, ചെറ്റകളാണെന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ്, മുസ്ലിം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങനെ ചെയ്താണ്, നേരെ ഉൾട്ടടിച്ചില്ലേ. അത് രാഷ്ട്രീയം. അപ്പൊ ആ ഒരു രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പലതും പറയാന്നുകൊണ്ട് കാര്യമാക്കണ്ടെന്ന് രാഹുലിന് രാഷ്ട്രീയം അറിയുന്ന ആളാണല്ലോ. അപ്പൊ അതുകൊണ്ട് മൂപ്പരങ്ങ് നനയാൻ തീരുമാനിച്ചു. എന്തായാലും ഇവരുടെ കയ്യിൽ ഈ തെളിവുകളും കാര്യങ്ങളും വെച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാലും ഇറക്കി തന്നെ നാറ്റിക്കാൻ തയ്യാറാവും. തന്നെ നാറ്റിച്ചേ അടങ്ങുള്ളൂ. ഇവിടുത്തെ ഇടതുപക്ഷമായാലും ഈ ഉദ്ദേശിച്ച ആൾക്കാരായാലും രാഹുലിന്റെ കുടലെടുത്തേ അടങ്ങുള്ളൂ എന്ന് അവർക്ക് അറിയാം, രാഹുലിനറിയാം. അപ്പൊ അതുകൊണ്ട് അതങ്ങ് നേരത്തെ എടുക്കട്ടെ, ഈ ഭാരവും ചുമന്നുകൊണ്ട് താൻ നടക്കണ്ടല്ലോ. അപ്പൊ അവരുടെ കയ്യിൽ എനിക്കെതിരെയുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് കണ്ട് തീരുമാനിക്കാം എന്ന് മൂപ്പര് തീരുമാനിച്ച് രണ്ടും കൽപ്പിച്ചുകൊണ്ട് മൂപ്പരങ്ങോട്ട് തുനിഞ്ഞങ്ങോട്ട് ഇറങ്ങിയതാണ്. അതിന് കോൺഗ്രസ് നേതൃത്വം വേണ്ട സപ്പോർട്ട് കൊടുത്തു എന്നാണ് ഇപ്പോഴത്തെ കളി കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് രാഹുലാണ് ഈ പരാതി കൊടുപ്പിച്ചത്. പ്രകോപിപ്പിച്ച് നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 3 മാസം മുമ്പ് ആദ്യം വോയിസ് വന്നു, അന്നൊന്നും കൊടുത്തിട്ടില്ല. അന്ന് പരാതി കൊടുക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് പുറത്തിറക്കിയിട്ട് കോൺഗ്രസ് നേതൃത്വത്തെ രാഹുലിനെ വെട്ടിലാക്കാൻ കരുതി എടുത്തു വെച്ചിരുന്ന തുറുപ്പ് ചീട്ടാണ് അവർക്ക് ഇറക്കേണ്ടി വന്നത്.
അങ്ങനെ ഇറക്കേണ്ടി വന്നു. ആ ഒരു ചീട്ടും കൂടെ ഇറക്കി വെച്ചു. അപ്പോഴും ഏറ്റില്ല. അപ്പോഴും ഏറ്റില്ല. ആദ്യത്തെ വോയിസ് ഏറ്റതുപോലെ രണ്ടാമത്തെ വോയിസ് ഏറ്റില്ല. അതിനേക്കാൾ വളരെ ഗുരുതരമായ വോയിസാണ്. അത് ഒരു ഗർഭിണിയെ വിളിച്ച് മാനസികമായി പീഡിപ്പിക്കുന്ന വോയിസ് പുറത്തു വന്നിട്ട് ഏറ്റില്ല. രാഹുലിനെ ഒന്നും കൂടി ചേർത്ത് പിടിക്കുന്നതാണ് കണ്ടത്. പിന്നെ കുരു പൊട്ടാതിരിക്കുവോ? പിന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് രാഹുലിനെ അങ്ങോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി പരാതി അങ്ങോട്ട് കൊടുത്തു. അതാണ് രാഹുൽ കാത്തിരുന്നത്. കാരണം സകല തെളിവുകളും മറ്റുള്ളവർ ഹാജരാക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടം തന്നെ കോടതിയിൽ ഹാജരാക്കി. ഇപ്പൊ എന്തായി? അവർ ഹാജരാക്കാൻ വെച്ചിരുന്ന തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു വെച്ചു. രാഹുൽ തന്നെ പറഞ്ഞു. മാധ്യമങ്ങൾ ചോദിക്കാത്ത കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ആ പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നു പറയുന്നത് ആ പെൺകുട്ടി ആയിട്ട് എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പിലുള്ളത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു. ആ സമയത്താണ് ഉണ്ടായിരുന്നത്. താൻ മൂലം ഗർഭിണിയായിട്ടില്ല, ഗർഭചിത്രം ഞാൻ നടത്തിയിട്ടുമില്ല. ബാക്കിയുള്ള ലിസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ അന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന സമയത്താണ്. ആ കുട്ടി വിവാഹിതയായിരുന്നു, തന്നെയും പറ്റിച്ചതാണ്. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നടത്തിയതിനുള്ള തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കൊണ്ടങ്ങ് എടുത്തു വെച്ചു കൊടുത്തു. കോടതിയുടെ മുന്നിൽ അതും കൂടെ അങ്ങോട്ട് എടുത്തു വെച്ചു കൊടുത്തുകൂടി എന്തായി? ഇവിടെ സംഗതി ആകെ പണിപ്പാളി വളരെ ചെയ്തത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം ഒരു കുഴി കുടിച്ചിട്ട് ഇറങ്ങി നിന്നു കൊടുത്തു. മൂട് എന്ന് പറഞ്ഞിട്ട് അവർ വീണു. അതാണ് പറ്റിയത്. രാഹുലിനെയും കോൺഗ്രസിനെയും കൊടുക്കാൻ വേണ്ടി ആരൊക്കെ പരിശ്രമിച്ചിട്ടുള്ള സത്യത്തിൽ അവരാണ് ഇപ്പൊ കുടുങ്ങിയത് എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അത് രാഹുലിന്റെ മണ്ടയിൽ വലിയൊരു വാളുണ്ടായിരുന്നു. ഇപ്പൊ വിട്ടോടാ ഇപ്പൊ നിന്റെ തലയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചോണ്ടിരുന്ന സാധനം ഉണ്ടല്ലോ, അത് രാഹുൽ ചെറുവരന് ഒരൊറ്റ തട്ടം കൊണ്ട് കൊടുത്തോട്ടി അതങ്ങ് തീർച്ചയായും പോയി. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഇനി എന്താണ് എടുത്ത് വെച്ച് UDF അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്തിട്ട് എന്തെടുത്തിട്ട് വിട്ടു? ഇനി എല്ലാം പോയില്ലേ, മുഴുവൻ പോയി. ഇനിയിപ്പോ അവർ തെളിയിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. 18 വയസ്സിന് മേലുള്ള ആളാണല്ലോ. പോക്സോ കേസിലെ പ്രതികളായിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുൽ തെളിയിക്കേണ്ടി വന്നേ. ഇത് പോക്സോ ഒന്നല്ലല്ലോ. അതുകൊണ്ട് രാഹുലിനെതിരെയുള്ള കുറ്റം അവർ തെളിയിക്കേണ്ടി വരും. അവർ തെളിയിക്കാൻ പറ്റാത്ത വിധമുള്ള രേഖകളെല്ലാം കൂടി രാഹുൽ തന്നെ കൊണ്ടുവന്ന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി തന്നെ കൊണ്ടുവന്ന് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്ക്. രാഹുൽ തിരുവനന്തപുരത്ത് തന്നെ നിന്നുകൊണ്ട് സകല ഡോക്യുമെന്റും കൊണ്ട് വക്കീലിന് കൊണ്ട് കൊടുത്ത് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം കൊടുത്തു. ഒരു മുൻകൂർ ജാമ്യ ഹർജിക്ക് ഇത്രയും ഡോക്യുമെന്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 9 ഡോക്യുമെന്റുകൾ കൊടുത്തു എന്നാ പറയുന്നത്. 9 ഡോക്യുമെന്റുകൾ കൊണ്ടുവന്ന് മുൻകൂർ ജാമ്യത്തിന് ജില്ലാ കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഇനി വരാൻ പോകുന്ന തെളിവുകൾ എന്തായിരിക്കും? അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിലിരുന്ന വലിയൊരു ഭാരം, ഒരു ഭയം ഉണ്ടായിരുന്നു ചങ്ങാതിക്ക്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വീണ്ടും തെരഞ്ഞെടുത്ത് MLA ആകാൻ നോക്കുമ്പോൾ, പ്രതിനിധിയാകാൻ നോക്കുമ്പോൾ തന്റെ രാഷ്ട്രീയ ഭാവി മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാൻ വെച്ചൊരു സാധനം അപ്പൊ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാനും തകരും, എന്റെ രാഷ്ട്രീയ പാർട്ടിയും തകരും എന്ന് അറിയാവുന്നത് കൊണ്ട് എന്നാൽ ഞാൻ തന്നെ അങ്ങ് പൊട്ടിച്ചേക്കാം എന്ന് കരുതിട്ട് രാഹുൽ ഒരൊറ്റ പൊട്ടിയിൽ അങ്ങോട്ട് പൊട്ടിച്ചു. ആ പൊട്ടിക്കൽ സത്യത്തിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുലിനെ പൊട്ടിക്കാൻ വന്നവരാണ് എന്നതാണ് ഇപ്പോ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കുറച്ച് കാര്യങ്ങൾ ആ പെൺകുട്ടിക്ക് ബാധിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇര എന്ന് പറയുന്ന ഇരയ്ക്ക് ബാധിക്കാൻ പറ്റും, അതുപോലെ മറ്റുള്ളവർക്കും കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ അതിനെയൊക്കെ ഖണ്ഡിക്കാൻ പറ്റുമെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. മാത്രമല്ല ഇപ്പൊ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില വിധികളുണ്ട്. സുപ്രീം കോടതിയുടെയും മറ്റ് ബോംബെ ദില്ലി ഹൈക്കോടതികളുടെയും ചില വിധികളുണ്ട്. ആ വിധികളൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഈസി ആയിട്ട് എന്ന് പറഞ്ഞാല് ഈ പ്രശ്നങ്ങൾ തലയിൽ നിന്ന് ഊരി കിട്ടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ മജിസ്ട്രേറ്റ് കോടതി തലത്തിൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. അവിടെ അങ്ങനെയാണ്. ഇപ്പൊ എന്റെ കേസിൽ തന്നെ ബെയിലബിളാ, ജാമ്യമുള്ള വകുപ്പാണ്, ജാമ്യം തന്ന് വിടേണ്ട കേസാണ്, എന്നിട്ട് എന്നെ റിമാൻഡിലേക്ക് വിട്ടതാണ്. കാര്യം പോലീസ് അങ്ങനെ എഴുതി കൊടുത്താൽ ആ കോടതിക്ക് അത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പോലീസ് കൊടുക്കുന്ന കണക്കല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നതുപോലെ ആ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിച്ചാലോ അല്ലെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒന്നുകൂടി പവർ സെഷൻ കോടതിയോ ജില്ലാ കോടതിയോ ഒക്കെ അല്ലെങ്കിൽ ഹൈക്കോടതിയോ ഒക്കെ ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടും. അതുപോലെ ഈ കേസിൽ നിന്ന് നിലനിൽക്കാതെ കേസ് ഊരിപ്പോരുകയും ചെയ്യും. അത് അവർക്കറിയാം. രാഹുലിന് ആകെ ഉള്ളൊരു തലവേദനയായിരുന്നു ഇത്, ഒരു പെണ്ണ് കേസ് എന്ന് പറയുന്നത്. അത് രാഹുലിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. ചുരുക്കം പറഞ്ഞാൽ രാഹുൽ തന്നെ രാഹുലിന്റെ എതിരെ വെട്ടാനായി ഓങ്ങി വെച്ചിരുന്ന ആ വടിയെടുത്തങ്ങോട്ട് പൊട്ടിച്ചോടിച്ചങ്ങോട്ട് വലിച്ചെറിഞ്ഞ് ആരാണ് ശത്രു അവരെ സ്വയം അവരെ കെണിയിലേക്ക് കുരുക്കി. Different angles. Don't forget to subscribe and support this channel.